സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്. നമ്മൾ NOI എന്നും പറയുന്ന ഓടിപ്പോയി അത് എഴുതിയിരിക്കാം. ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 8% ആണ്. അതിൽ നിന്ന് 8% എടുക്കുമ്പോൾ 60,000 24,000 കിട്ടും. നെറ്റ് ഇൻകം എത്രയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നെറ്റ് ഇൻകം കണ്ടുപിടിക്കുക. NI കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് NI കിട്ടി. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് NI/KE ആണെന്ന് അറിയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? NI കണ്ടുപിടിക്കാനായിട്ട്, അതായത് NIന്ന് KE, നമ്മുടെ KE എന്ന് പറഞ്ഞത് ക്യാപിറ്റലൈസേഷൻ റേറ്റ്, ഈ NI/KE ആണ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ NI എത്രയാണ്? 64,000 നമ്മൾ ഇത് 10% ചെയ്യുമ്പോൾ 6,40,000 അങ്ങനെ രണ്ടും ചെയ്യുമ്പോൾ കിട്ടും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റും വാല്യൂ ഓഫ് ദ ഫേമും നമ്മൾ നേരത്തെ സെയിം ചെയ്ത ക്വസ്റ്റ്യനിലുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാണ് നമുക്ക് തന്നേക്കണം? ഡിബഞ്ചർ 2 lakhും ഇവിടെ 3 lakhും അല്ലേ. 2 lakh തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 lakh വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ദ ഫേം ഇഫ് ദ ഡിബഞ്ചർ എമൗണ്ട് ഇൻക്രീസ് ടു 3 lakh. പിന്നെ ഇൻക്രീസ് ആയെന്ന് പറയുന്നുണ്ട് അല്ലേ. രണ്ട് ഇതാണ് തന്നേക്കണം. അപ്പോൾ 3 lakh ആയിട്ട് ഡിബഞ്ചർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? E+D. എത്രയാണ്? E+D ആണ് അല്ലേ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിന്ന് നമ്മൾ എന്ത് ചെയ്യുക? +D. ഇത് രണ്ട് പ്ലസ് ചെയ്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ NOI/, ഈ NOIന്ന് /V ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വാല്യൂ ഓഫ് ദ ഫേം കയറി തന്നെ ഈ ഒരു ആൻസർ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ. NI അപ്രോച്ച് ചെയ്യുന്ന എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. NI അപ്രോച്ച് ചെയ്യും.